ഹലോ ഗായ്സ്, എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലാണ് അല്ലേ? അപ്പം ഞാനും ഓണം ആഘോഷിക്കാനുള്ള തിരക്കിലാണ്. ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് നാളെ. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണം എൻ്റെ പാരൻസും സിസ്റ്റേഴ്സും എൻ്റെ കുട്ടി എല്ലാം കൂടെ ചേർന്ന് ആഘോഷിക്കാമെന്ന് വെച്ചു. ഒരു 2 വീക്കിനുള്ളിൽ തിരിച്ച് വരാം എന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ പോണത്. പ്ലാനൊക്കെ നടന്നാൽ മതിയായിരുന്നു. സോ എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇനി റൂമിൽ ചെന്നിട്ട് വേണം ഫൈനലി ബാക്കിയുള്ള പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാം ഒന്നും കൊണ്ടുവന്നില്ല, അത്യാവശ്യമുള്ള സാധനം കൊണ്ടുപോയിട്ട് ബാക്കിയുള്ള സാധനം സേഫായിട്ട് ഇവിടെ തന്നെ വച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫൈനലി ഞാൻ വഴി കാണിച്ചു തരാം. പാക്കിങ്ങും കാര്യങ്ങളൊന്നും എനിക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഫൈനലി എനിക്ക് ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി. ഞാൻ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്തു. ഇപ്രാവശ്യം ഞാൻ പോകുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിനാണ് കേട്ടോ. ഞാൻ അങ്ങോട്ട് പോയത് സ്പൈസ് ജെറ്റിലായിരുന്നു. ഈ എയർ ഇന്ത്യക്കാണ് അത്യാവശ്യം നമ്മുടെ ടിക്കറ്റിൽ റേറ്റ് കുറവ്. അങ്ങനെ ഫൈനലി ഞാൻ ഫ്ലൈറ്റിനുള്ളിൽ കയറി. എനിക്കൊരു സന്തോഷം എന്ന് വെച്ചാൽ അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് വിൻഡോ സീറ്റാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. പിന്നെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ എനിക്ക് 23A സീറ്റാണ് അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴും എനിക്ക് കിട്ടിയത്. ഞാൻ ടിക്കറ്റ് രണ്ടും നോക്കിയിരുന്നു കേട്ടോ. സംഭവം രണ്ടും സെയിം സീറ്റാണ് കിട്ടിയേക്കണേ. അങ്ങനെ ഫൈനലി ഹാപ്പി ആയിട്ട് ഞാൻ ടേക്ക് ഓഫ് ചെയ്തു ഫ്ലൈറ്റ്. സോ അങ്ങനെ ഇതാണ് ഒരു എയർപോർട്ടിൻ്റെ വ്യൂ. അങ്ങനെ മണ്ടയ്ക്ക് എത്തിക്കഴിയുമ്പോൾ കാണുന്നൊരു ദുബായിയുടെ വ്യൂ ആണ് ഈ കാണിക്കണേ. ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടിട്ടുണ്ട്, കാരണം ഈ ഫ്ലൈറ്റ് നല്ല സ്ലോ ആയിട്ടാണ് പോകണത് കേട്ടോ. ഇതിങ്ങനെ ചെരിഞ്ഞ് പോയപ്പോഴല്ലോ എനിക്ക് ഭയങ്കര ഒരു ഉള്ളിലൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇതിങ്ങനെ ചെരിഞ്ഞ് പോകുമ്പോൾ. അതെല്ലാം കഴിഞ്ഞ് ലെവലായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. കാരണം എന്ന് വെച്ചാൽ ഈ സാധനം പോകുന്നുണ്ടോ, അവിടെ നിൽക്കുവാണോ, അത് എന്തോരം സ്പീഡുണ്ടോ ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാണാൻ വേണ്ടി തന്നെയായിട്ട് ഈ ഫ്ലൈറ്റിൻ്റെ ടോയ്ലറ്റ് പോയി. കാരണം ആ ടോയ്ലറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പം ഒരാൾക്ക് മാത്രം നിൽക്കാൻ പറ്റുന്നൊരു സ്പേസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ ടോയ്ലറ്റിൻ്റെ ഫ്ലഷിൽ ഞാൻ വെറുതെ ഒന്ന് ഞെക്കിയപ്പോൾ ഞാൻ പേടിച്ചു പോയി. കാരണം നല്ല ഭയങ്കര സൗണ്ടായിരുന്നു കേസ്. ഞാൻ വേഗം എൻ്റെ സീറ്റിൽ വന്നിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് സീറ്റ് ബെൽറ്റ് ഇടാൻ പറഞ്ഞു, കാരണം ഫ്ലൈറ്റിൽ നിന്ന് ഇടയ്ക്കൊന്ന് കുലുങ്ങി. നല്ല കാലാവസ്ഥ മോശമായി നമ്മുടെ കണ്ണൂർ എത്താറായപ്പോൾ. അപ്പം ഞാനൊന്ന് ശരിക്കൊന്ന് പേടിച്ചു. പിന്നെ റീൽസിൽ മാത്രമാണല്ലോ ഈ മേഘങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കാണുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ വീഡിയോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. ഫൈനലി നമ്മൾ കണ്ണൂർ എത്താറായി. അപ്പോൾ ആ പച്ചപ്പൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞാൻ ലാൻഡ് ചെയ്തു. ഞാൻ കണ്ണൂർ എയർപോർട്ടിലാണ് ലാൻഡ് ചെയ്തത്. ആ ലാൻഡിങ് ടൈമാണ് എനിക്ക് ചെറിയൊരു പേടിയുള്ളത് കേട്ടോ. ടേക്ക് ഓഫിൽ വലിയ പേടിയൊന്നുമില്ല. ഈ ലാൻഡിങ് ടൈമിൽ ഇത് വന്ന് കുത്തി ഇറങ്ങുമ്പോൾ എനിക്കൊരു ചെറിയ പേടിയുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ നാട്ടിലെത്തി. അപ്പോൾ നാട്ടിലെത്തിയപ്പോഴേ എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ നല്ല തണുത്ത മഴ കേട്ടോ. അവിടുത്തെ ആ പൊരിഞ്ഞ ചൂടത്തുനിന്ന് തണുത്ത മഴയിലോട്ട് വന്നപ്പോൾ വല്ലാത്തൊരു ഫീലായിരുന്നു. നല്ല സുഖമായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ലായിരുന്നു. അങ്ങനെ ഫൈനലി എയർപോർട്ടിൽ എൻ്റെ അച്ഛൻ, അമ്മ, കൊച്ച്, സിസ്റ്റേഴ്സ് എല്ലാം കൂട്ടാൻ വന്നിരുന്നു. ഞാൻ 5 മാസമായി അവിടെ പോയിട്ട്. അപ്പം തിരിച്ചു വന്നത് എന്തോ അവരെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് തിരിച്ചു വന്നത്. ഇനിയിപ്പോൾ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഉടനെ തിരിച്ചു പോവുക, ഓണമൊക്കെ കൂടി അടിച്ചു പൊളിച്ചിട്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗായ്സ്.